ഒരു യുവതി ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്നു. അവൾക്ക് എപ്പോഴും വിഷമം, ദുഃഖം മാത്രമാണ്. മറ്റുള്ളവർക്ക് സമ്പത്ത് ഉണ്ടാവുന്നതിൽ അവൾക്ക് വല്ലാത്തൊരു അസൂയായിരുന്നു. അതുപോലെ മറ്റൊരാൾ നല്ല വസ്ത്രം ധരിച്ചാൽ അവൾക്ക് വല്ലാത്ത അസ്വസ്ഥത, അസൂയ. അതായത് മറ്റൊരാളുടെ സന്തോഷം അവളെ വല്ലാതെ അലസോരപ്പെടുത്തിയിരുന്നു എന്നർത്ഥം. ഇങ്ങനെ അവൾക്ക് നിത്യം ശാപം കൊണ്ടുള്ള വാക്കുകള്. അവളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. എന്നും അവളുടെ മനസ്സില് നീ കുറവുള്ളവനാണ്, നീ കുറവുള്ളവളാണ്, നിനക്ക് കഴിവില്ലാത്തവളാണ്, നിനക്ക് ശക്തിയില്ലാത്തവളാണ് എന്നുള്ള ചിന്തകള്. അതായത് നമ്മൾ ഒരിക്കൽ പോലും ചിന്തിക്കാൻ പാടില്ലാത്ത ചില വേർഡുകൾ. അതായത് എനിക്ക് ഒട്ടും ഭാഗ്യമില്ല, ഞാൻ നിർഭാഗ്യവതിയാണ്, എന്നെക്കൊണ്ട് ഒന്നിനും കഴിയില്ല, എൻ്റെ കയ്യിൽ കാശില്ല, ഞാൻ ദരിദ്രനാണ്, ആർക്കും വേണ്ടാത്ത എന്നെ എല്ലാവരും ചതിക്കുന്നു, എന്നെ ആർക്കും വേണ്ട എന്നുള്ളൊരു ചിന്താഗതി ഈ പെൺകുട്ടിക്ക് എപ്പോഴും മനസ്സിൽ വന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ സന്തോഷത്തിലെല്ലാം അവൾ വളരെ അസ്വസ്ഥയായിരുന്നു. അങ്ങനെ ആ ഗ്രാമത്തിലേക്ക് ഒരു വൃദ്ധനായ ഒരു ഒരു ഗുരു ഒരു ഗുരുതുല്യനായ ഒരു മനുഷ്യൻ ഒരു ആൾക്കാരയിൽ വന്നിരുന്നു. ആള് ഇത്തിരി ജ്ഞാനിയാണ്. ഗുരു എന്നോ അല്ലെങ്കിൽ സന്യാസിയെന്നൊന്നും പറയാൻ പറ്റാത്ത ഒരു ഒരു ആത്മജ്ഞാനി വന്നു. ഗ്രാമത്തിലെ പലരും അദ്ദേഹത്തെ പോയി കാണാൻ ശ്രമിച്ചിരുന്നു. പല സംശയങ്ങളും ദൂരീകരിക്കാൻ പലരും പോയി കാണാൻ ശ്രമിച്ചിരുന്നു. ഒരു ദിവസം ഈ പെൺകുട്ടിയും നടന്നു വരുമ്പോൾ, ജോലി കഴിഞ്ഞ് നടന്നു വരുമ്പോൾ ഇദ്ദേഹത്തെ പോയി കണ്ടു. അപ്പോ ഈ ആത്മജ്ഞാനിയായ അദ്ദേഹം ചോദിച്ചു, എന്താണ് നിനക്ക് വേണ്ടത്? ഉടനടി ഈ പെൺകുട്ടി പറഞ്ഞത്, എനിക്കൊന്നുമില്ല. കാരണം ഇവള് മറ്റുള്ളവരുടെ സമ്പത്തിലേക്കും സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ആ ആ, അവ അതായത് സ്വന്തം കുറവുകൾ മാത്രമേ എപ്പോഴും അവൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവൾ പറഞ്ഞത്, എനിക്ക് ധനം വേണം, സമൃദ്ധി വേണം, ഭാഗ്യം വേണം, എനിക്കൊന്നുമില്ല, എല്ലാം കുറവുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്നാണ് പറഞ്ഞത്. അങ്ങനെ സന്യാസി പറഞ്ഞു, നീ ഒരു കണ്ണാടി എടുത്തിട്ട് നീ ആ കണ്ണാടിയിൽ നിത്യം നോക്കാൻ പറഞ്ഞു. അപ്പോ ഈ പെൺകുട്ടി, ഇയാൾ വലിയ ഒരു ആത്മജ്ഞാനിയാന്നൊക്കെ എല്ലാരും പറഞ്ഞിട്ട് ഇയാൾ എന്താ എന്നോട് കണ്ണാടി നോക്കാൻ പറയണേ എന്നുള്ളൊരു ചിന്താഗതി ഈ പെൺകുട്ടിക്ക് ഉണ്ടായി. അത് കേട്ടിട്ട് അവള് ഒരു പുച്ഛ മനോഭാവത്തോട് കൂടിയിട്ട് തിരിഞ്ഞു നടന്നു, വീട്ടിലേക്ക് നടന്നു. എന്നിരുന്നാൽ പോലും ഇയാൾ പറഞ്ഞ ഒരു വാക്ക് ഈ പെൺകുട്ടി പാലിക്കാൻ തുടങ്ങി. കാരണം എന്താണെങ്കിൽ ഈ കണ്ണാടി നോക്കാൻ പറഞ്ഞത് ഈ സ്വന്തം മുഖമാണല്ലോ കണ്ണാടിയിൽ കാണുന്നത്. അപ്പൊ ദാരിദ്ര്യബോധം എവിടെയാണ് ജനിച്ചേക്കണത് എന്ന് നമ്മുടെ മനസ്സിലാണ്. അപ്പൊ പിറ്റേ ദിവസം ആ പെൺകുട്ടി കണ്ണാടി നോക്കി. അതായത് ആദ്യ ദിവസം നോക്കിയപ്പോ ഒന്നും തോന്നിയില്ല. പിറ്റേ ദിവസം കണ്ണാടി നോക്കിയപ്പോ അയാളുടെ ആ ആത്മജ്ഞാനിയായ ആ വ്യക്തിയുടെ വാക്കുകളുടെ മനസ്സിൽ മുഴങ്ങാൻ തുടങ്ങി. നിനക്ക് എന്തുണ്ട് എന്ന് നീ നോക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ നോക്കുമ്പോൾ ശരിയാണ്. അവളെ വീട്ടില് ആ കണ്ണാടിയിലൂടെ അവൾ ആ മനോഹാരിത കാണാൻ തുടങ്ങി. അവൾക്ക് നല്ല കണ്ണ്, നല്ല മൂക്ക്, നല്ല ചിരി, നല്ല ചുണ്ട്, നല്ല ശരീരം, തെറ്റില്ലാത്ത ചെറിയൊരു വീട്, ചുറ്റുപാടുകൾ എല്ലാം കാണാൻ തുടങ്ങി. നടക്കാൻ കഴിയുന്ന 2 കാലുണ്ട്, കേൾക്കാൻ കഴിയുന്ന 2 ചെവിയുണ്ട്, ശ്വസിക്കാൻ പറ്റുന്ന മൂക്കുണ്ട്. അങ്ങനെ അവളിലേക്കുള്ള ആ നല്ലത് കാണാൻ തുടങ്ങി. പക്ഷെ അവൾക്ക് വലിയ മാറ്റമൊന്നും വന്നില്ല. അതായത് അവളുടെ ചിന്തയുടെ ആ മാറ്റമോ അവളുടെ ശരീരത്തിലെ മാറ്റമൊന്നും വന്നില്ല. പക്ഷെ കുറേ ദിവസം അവൾ ആ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരുന്നു, കണ്ണാടി നോക്കല്. അപ്പൊ അവൾക്ക് ഒരു കാരണം മനസ്സിലായി തുടങ്ങി. അവളുടെ ജീവിതത്തിൽ സമൃദ്ധിയല്ല വന്നത്. പക്ഷെ അവൾ ആ ചിന്ത, ദാരിദ്ര്യബോധം, എനിക്ക് കുറവാണ്, എനിക്കൊന്നുമില്ല എന്നുള്ള ആ ഒരു ചിന്തയൊന്ന് മറികടക്കാൻ തുടങ്ങി. കാരണം ശ്രദ്ധ എല്ലാം ഫോക്കസ് ആയത് എവിടേക്കാ? കണ്ണാടിയിൽ നോക്കണതിലേക്കാണ്. അപ്പൊ അവളുടെ ആ ബോധത്തിലേക്ക് എന്ത് വരാൻ തുടങ്ങി? അവളുടെ സൗന്ദര്യം കടന്നു വരാൻ തുടങ്ങി. ആ സൗന്ദര്യം തന്നെയാണ് അവൾ തിരിച്ചറിഞ്ഞതും ആ കോൺഫിഡൻസ് അവളിനെ കൂട്ടിയതും. കാരണം ഞാൻ നല്ല സുന്ദരിയാണ്, എനിക്ക് നേടാൻ പറ്റാത്തതോ ആയിട്ട് ഒന്നുമില്ല എന്നുള്ളൊരു ചിന്താബോധം അവളിലേക്ക് കടന്നു വരാൻ തുടങ്ങി. കാരണം ദാരിദ്ര്യം ജനിക്കണത് വീടിലല്ല എന്നർത്ഥം. അത് ജനിക്കണത് ആദ്യം നമ്മുടെ ചിന്തയിലാണ്. അപ്പൊ ആ ചിന്തയ്ക്ക് മാറ്റം വരാൻ വേണ്ടിയിട്ടാണ് അവളോട് ആ കണ്ണാടി നോക്കാൻ ആ ആത്മജ്ഞാനി പറഞ്ഞത്. ആ കണ്ണാടിയിലേക്ക് നിത്യം ദർശിക്കുന്നതോട് കൂടിയിട്ട് ഇവളുടെ ആ എനിക്ക് കുറവുണ്ട്, എനിക്കൊന്നുമില്ല, മറ്റുള്ളവരുടെ സന്തോഷത്തിലുള്ള അസ്വസ്ഥതകളെല്ലാം മാറാൻ തുടങ്ങി. അപ്പോൾ മുതൽ അവൾ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ തുടങ്ങി, മനസ്സൗന്ദര്യം ആസ്വദിക്കാൻ തുടങ്ങി, സൗന്ദര്യം തിരിച്ചു വരാൻ തുടങ്ങി. അവളെല്ലാം അനുഭവിക്കാൻ തുടങ്ങി. അവളുടെ അതുവരെയുള്ള എല്ലാ
വിടുതലുകൾ എല്ലാം വിട്ടുകൊടുക്കാൻ തുടങ്ങി. ഇല്ല ഇല്ല എന്നുള്ള ചിന്ത വിട്ടു. അവൾക്ക് ഇല്ല, ദാരിദ്ര്യമാണ്, കഷ്ടപ്പാടുണ്ട്, പൈസ ഇല്ല, സമ്പത്തില്ല, സമൃദ്ധി ഇല്ല എന്നുള്ള എല്ലാ ചിന്തയും അവൾ വിട്ടുകളഞ്ഞു. അവളുടെ മനസ്സ് വളരെ ശാന്തമായി. അതവളെ സക്സസ്സിലേക്ക് നയിച്ചു. മനസ്സിലാക്കേണ്ടത് ഇത്രയാണ്. നമ്മളുടെ ബോധതലത്തിലേക്ക് അവിടെ എന്താണോ കൊടുക്കണത്, ഒന്നുമില്ല ഇല്ല ഇല്ല എന്ന് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് കഴിവില്ലാത്തവനാണ് നിങ്ങൾ എന്ന് നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ പറയുകയാണെങ്കിൽ ഇത് വൈബ്രേറ്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ തിരിച്ചു വരും. നിങ്ങൾക്കൊന്നിനും കഴിയില്ല. ഇനി എനിക്ക് അത് അതായത് എൻ്റെ കയ്യിൽ കാശില്ല 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 എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരിക്കലും കാശുണ്ടാവില്ല. എന്നെ എല്ലാവരും ചതിക്കണു 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 എന്നുള്ള ചിന്താബോധമാണ് നിങ്ങളുടെ ബോധമണ്ഡലത്തിൽ കുടുങ്ങിക്കിടക്കണതെങ്കിൽ നിങ്ങളിലേക്ക് വരുന്ന ആൾക്കാരെല്ലാം നിങ്ങളെ പറ്റിക്കും ചതിക്കും ചെയ്യണവരായിരിക്കും. നിങ്ങൾക്ക് സത്യസന്ധമുള്ളവർ വരില്ല. ആർക്കും എന്നെ വേണ്ട എന്നുള്ള ചിന്താഗതി നിങ്ങളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെന്നെ ആരും തേടി വരാൻ പോണില്ല. അപ്പൊ എവിടെയാണ് മാറ്റേണ്ടത്? ഈ നോ എന്നുള്ളത്, ഇല്ല എനിക്കില്ല, എനിക്ക് കഴിയില്ല കഴിയില്ല എന്നെ, അതായത് അത്തരം വാക്കുകളെല്ലാം നിങ്ങളിൽ നിന്ന് ആദ്യം തുടച്ചു നീക്കുക. വാക്ക് ശക്തിയാണ്. അതൊരു ഊർജ തരംഗമാണ്. ഇത് നിങ്ങളുടെ ബ്രെയിനിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ അവിടെ സേവ് ആയാൽ നിങ്ങൾ എന്താണോ പറയണത് അത് തന്നെയാണ് നടക്കുക. നന്ദി, നമസ്തേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കാതെ തീർച്ചയായിട്ടും നിങ്ങൾ പ്രപഞ്ചത്തിൽ വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യം നടക്കും.